കയറി വരുന്നു. PG കർണനും പടക്കുതിരയെ പിന്നിലാക്കി 3 തൈക്കലാണ് കയറി വരുന്നത്. 3 തൈക്കൽ ഒപ്പം PG കർണൻ. എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടുള്ള ലീഡ് അവിടെ 3 തൈക്കലിനുണ്ടെന്ന്. 3 തൈക്കൽ തുടയുന്നത് ടൗൺ ബോട്ട് ക്ലബാണ്. കൊച്ചിയിൽ നിന്നുള്ള ടൗൺ ബോട്ട് ക്ലബിന്റെ 3 തൈക്കൽ നിലവിൽ മുന്നിലേക്ക് ശരണയാണ്. ചെറുവള്ളങ്ങളുടെ മത്സരവും വലിയ ആവേശകരമായി തന്നെ പുന്നമടക്കായലിൽ നടക്കുകയാണ്. ഇരുട്ടുകുത്തി A ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ട്രാക്കിൽ തുരുത്തിത്തറ ഫ്രണ്ട്സ് ബോട്ട് ക്ലബ് കല്ലട, സെന്റ് ജോസഫ് ബോട്ട് ക്ലബ് കായൽപ്പുറം അവരുടേതാണ് തുരുത്തിത്തറ. രണ്ടാമത്തെ ട്രാക്കിൽ PG കർണൻ IBRA കൊച്ചിൻ. ഒപ്പം തന്നെ മൂന്നാമത്തെ ട്രാക്കിലേക്ക് വരികയാണെങ്കിൽ പടക്കുതിരയാണ് അറുപറ ബോട്ട് ക്ലബ് കുമ്മനം അവർ തുഴയുന്ന പടക്കുതിര. മൂന്നാമത്തെ ട്രാക്കിൽ വരുന്ന പടക്കുതിര പേര് പോലെ തന്നെ പാഞ്ഞു വരുന്ന വള്ളം പടക്കുതിര. ഇപ്പോൾ അത് അല്പം എഡ്ജ് പടക്കുതിരയ്ക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അവരെ ഒരു ചിറ മുറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അല്ല, ഒന്നാമത്തെ ട്രാക്കിൽ വരുന്ന വള്ളങ്ങൾക്കും ഒക്കെയുണ്ട്. എന്തായാലും 4 ട്രാക്കുകളായി ആണ് ഇപ്പോൾ 4 ട്രാക്കുകളാണ് നമ്മൾ പറയുന്നത്. മൊത്തത്തിൽ 5 ട്രാക്കിലാണ് ഇത്തവണ ഈ മത്സരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 4ാമത്തെ ട്രാക്കിൽ വരുന്ന 3 തൈക്കൽ TBC കൊച്ചിൻ ടൗൺ ബോട്ട് ക്ലബിന് എന്തായാലും ചിറ മുറിഞ്ഞിട്ടില്ല. അവിടുന്ന് വരുന്ന നമ്മളുടെ ദൃശ്യങ്ങളിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു. 4ാമത്തെ ട്രാക്കിൽ വരുന്ന വള്ളമാണ് ഒരു ലീഡ് ഇപ്പോൾ നിലനിർത്തി പോന്നുകൊണ്ടിരിക്കുന്നത്. 3 തൈക്കലാണ് TBC കൊച്ചിൻ ടൗൺ തുഴയുന്ന വള്ളമാണ്. അത് ഇരുട്ടുകുത്തി A ഗ്രേഡ് ഫൈനൽ മത്സരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുട്ടുകുത്തി വള്ളങ്ങളുടേതാണ്. A ഗ്രേഡ് വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങളുടേതാണ്. ചാട്ടുളി പോലെ പാഞ്ഞു കയറുന്ന വള്ളങ്ങൾ എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഒപ്പം തന്നെ വലിയ ആവേശം കൂടി നിലനിൽക്കുന്ന മത്സരമാണ്. 4ാമത്തെ ട്രാക്കിലുള്ള വള്ളം 3 തൈക്കൽ തന്നെയാണ് ഇപ്പോഴും ലീഡ് ചെയ്ത് വരുന്നത്. അവർക്ക് വ്യക്തമായൊരു ലീഡ് അതിനകത്ത് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. TBC കൊച്ചിൻ ടൗൺ തുഴയുന്ന 3 തൈക്കൽ ഇതാ ഫിനിഷിംഗ് ലൈനിലേക്ക് ആവേശപൂർവ്വം കടന്നു വരികയാണ്. ഇവിടേക്ക് എത്തുമ്പോൾ പ്രധാന പവലിയിലേക്ക് എത്തുമ്പോൾ കാണികളുടെ ആവേശം. 3 തൈക്കൽ ഒരു വള്ളപ്പാടകളെ കുതിച്ച് മുന്നേറുന്ന 3 തൈക്കൽ കൃത്യമായിട്ടുള്ള കുതിപ്പാണ്. കൊച്ചിൻ ടൗൺ ബോട്ട് ക്ലബിന്റെ 3 തൈക്കൽ 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു മാമൂടൻ. 5ാമത്തെ ട്രാക്കിൽ മത്സരിച്ച പുളിങ്കുന്ന് ടൗൺ ബോട്ട് ക്ലബിന്റെ മാമൂടനാണ് 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത്. 4-5 ട്രാക്കുകളിൽ മത്സരിച്ച വള്ളങ്ങളെ കുതിപ്പാണ് ഇരുട്ടുകുത്തി A ഗ്രേഡ് മത്സരത്തിൽ കാണുന്നത്. 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു. അവിടെ 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നത് ബോട്ട് നമ്പർ 27 PG കർണൻ. കർണന്റെ കുറിപ്പ് 3ൽ അവസാനിക്കുന്നു. 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു PG കർണൻ. IBRA കൊച്ചിന്റെ കർണനാണ് 3ാം സ്ഥാനത്ത് എത്തിയത്. ഇനി വെപ്പ് A ഗ്രേഡ് ആണ്. ഇപ്പോൾ തൊട്ടു മുമ്പ് ഇരുട്ടുകുത്തി A ഗ്രേഡ് കണ്ടു. ഇനി വെപ്പ് A ഗ്രേഡ് മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ഈ മത്സരം പൂർത്തിയാകുന്നുണ്ട്. 4-5 സ്ഥാനക്കാർ തുടഞ്ഞു വരുന്നതേ ഉള്ളൂ. അവർ ഓളം തള്ളി വരുന്നതേ ഉള്ളൂ. ഓളങ്ങളെ കീറി മുറിക്കാൻ അത്ര പെട്ടെന്ന് അങ്ങ് കഴിയുന്നില്ല. പക്ഷേ അവരും ഫിനിഷ് ചെയ്യും. അതാണല്ലോ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഫിനിഷ് ചെയ്യാതെ എവിടെ പോകാൻ? പുന്നമടക്കായലിൽ നിന്ന് മടങ്ങുകയാണെങ്കിൽ തല ഉയർത്തി വേണം. അത് സമയം അല്പം പിന്നിട്ടാലും തല ഉയർത്തി തന്നെ അവർ ഫിനിഷ് ചെയ്യും. അങ്ങനെ 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു. 1ാം ട്രാക്കിൽ മത്സരിച്ച തുരുത്തിത്തറ ഫ്രണ്ട്സ് ബോട്ട് ക്ലബ് കല്ലടയും ഒപ്പം സെന്റ് ജോസഫ് ബോട്ട് ക്ലബ് കായൽപുറവും ചേർന്ന് തുടങ്ങിയ തുരുത്തിത്തറ ബോട്ടാണ് 4ാം സ്ഥാനത്ത്. 5ാം സ്ഥാനത്തായി ഫിനിഷ് ചെയ്യുന്നത് ഇത് ബോട്ട് നമ്പർ 25 പടക്കുതിര. പക്ഷേ 5ാം സ്ഥാനത്തെ കുതിരയായി പോയി. പടക്കുതിരയ്ക്ക് പക്ഷേ വേണ്ട പോലെ കുതിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി നടക്കാൻ പോകുന്നത് വെപ്പ് A ഗ്രേഡ് മത്സരങ്ങളാണ്. വെപ്പ് A ഗ്രേഡ് മത്സരങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കും. വെപ്പ് A ഗ്രേഡ് മത്സരങ്ങൾ കഴിഞ്ഞാൽ പിന്നെയാണ് മക്കളെ മത്സരം. അത് 3rd ലൂസേഴ്സ് ഫൈനൽ, അതിനുശേഷം 2nd ലൂസേഴ്സ് ഫൈനൽ, അതിനുശേഷം ലൂസേഴ്സ് ഫൈനൽ, അതിനുശേഷം ഫൈനൽ. അങ്ങനെ 3 ലൂസേഴ്സ് ഫൈനൽ ഉണ്ട്. കൃത്യമായും 3rd ലൂസേഴ്സ് ഫൈനൽ, അതിനുശേഷം 2nd ലൂസേഴ്സ് ഫൈനൽ, അതിനുശേഷം ലൂസേഴ്സ് ഫൈനൽ, പിന്നീട് ഫൈനൽ. ആ കലാശപ്പോര് ഫൈനൽ വരെ എത്താനാണ് കാത്തിരിപ്പ്. അതിന് 4 ഇവന്റുകളുടെ ദൂരമാണ്. 4 ഇവന്റുകളുടെ ദൂരം. ഒന്ന് വെപ്പ് A ഗ്രേഡ് ഫൈനൽ നടക്കണം. അതിനുശേഷം 3rd ലൂസേഴ്സ് ഫൈനൽ നടക്കണം. അതിനുശേഷം 2nd ലൂസേഴ്സ് ഫൈനൽ നടക്കണം. പിന്നീട് ലൂസേഴ്സ് ഫൈനൽ നടക്കണം. അങ്ങനെ 4 ഫൈനലുകൾ കഴിഞ്ഞാൽ അതാ വരുന്നു നമ്മുടെ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം. ഇപ്പോൾ വാട്ടർ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് വെപ്പ് A ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ്. 1ാം ട്രാക്കിൽ 66 ായി
ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ഡോക്ടർ രാകേഷ് പി ഗോപാൽ ക്യാപ്റ്റനും മനോജ് ഉത്രാടം ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ടുള്ള ജയ് ഷോട്ട് രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. മൂന്നാം ട്രാക്കിൽ നെപ്പോളിയനാണ്, 65 നമ്പർ വെള്ളമാണ്. മല്ലു ആർമി നേവി റോവിഷ് ലിമിറ്റേഴ്സ് സ്പോർട്സ് ക്ലബ്ബ് ഷിനു എസ് പിള്ള, സുനിൽ തോമസ് ക്യാപ്റ്റന്മാർ. അനിൽകുമാർ ലീഡിംഗ് ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ നാലാം ട്രാക്കിൽ അമ്പലക്കടവനാണ്, 64 നമ്പർ വെള്ളം. ന്യൂ കമാലം ബോട്ട് ക്ലബ്ബ് സോളി വർഗീസ് കെ സി ക്യാപ്റ്റനും പി ജി ബൈജു ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ടുള്ള അമ്പലക്കടവൻ നാലാം ട്രാക്കിൽ കടന്നു വരുന്നു. അഞ്ചാം ട്രാക്കിൽ ഷോട്ട് 62 നമ്പർ വെള്ളം ഷോട്ട് വിളിക്കെത്ര കൊടുക്കുന്ന ബോട്ട് ക്ലബിന്റെ വിനോമോൻ എൻ സി ക്യാപ്റ്റനും ഫാസി പി ബി ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ടുള്ള വെപ്പ് എ ഗ്രേഡിന്റെ തീവാറുന്ന ഫൈനൽ മത്സരം ഇതാ കടന്നു വരികയാണ്. ഒന്നാം ട്രാക്കിൽ ആശാപുളിക്കളം, രണ്ടാം ട്രാക്കിൽ ജയ്ഷോട്ട്, മൂന്നാം ട്രാക്കിൽ നെപ്പോളിയൻ, നാലാം ട്രാക്കിൽ അമ്പലക്കടവൻ, അഞ്ചാം ട്രാക്കിൽ ഷോട്ട് പുളിക്കിത്ര. അങ്ങനെ 5 വെപ്പ് എ ഗ്രേഡിന്റെ വാശിയേറിയ മത്സരം വാട്ടർ സ്റ്റേഡിയത്തിൽ അങ്ങ് ആരംഭിച്ച് പകുതി ദൂരം പിന്നിടുമ്പോൾ ആരാണ് മുന്നിൽ ആരാണ് പിറകിൽ പറയുവാൻ നിർവാഹമില്ല. എന്തൊരു പോരാട്ടമാണ്, എന്തൊരു വീരാണ്, എന്തൊരു വാശാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എറിഞ്ഞുകൊണ്ട് ഇതാ ഒന്നാം ട്രാക്കിലെ ആശാപുളിക്ക് ഒരൽപ്പം മുന്നിൽ ഇല്ല. ജയ്ഷോട്ട് വിട്ടുകൊടുക്കുന്നില്ല. മൂന്നാം ട്രാക്കിൽ നെപ്പോളിയൻ വിട്ടുകൊടുക്കുന്നില്ല. അമ്പലക്കടലും വിട്ടുകൊടുക്കുന്നില്ല. ഒരൽപ്പം പിന്നിൽ ഷോട്ട് പുളിക്കുകയാണെന്ന് തോന്നുന്നു. ഇത് 4 വള്ളങ്ങൾ എ ഗ്രേഡിന്റെ 1, 2, 3, 4 ട്രാക്കിലൂടെ കടന്നു വരുന്ന ആശാപുളിക്കളവും ജയ് ഷോട്ടും നെപ്പോളിയനും അമ്പലക്കടവനും ഒപ്പത്തിനൊപ്പം തുഴയെറിഞ്ഞ് കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച കാണികൾ ആവേശഭരിതമാവുകയാണ്. ആറ്റിലേക്ക് എടുത്തു ചാടി വെള്ളത്തുള്ളികൾ തെറിപ്പിച്ച് തുഴച്ചിക്കാർക്ക് ആവേശം പകരുന്ന മനോഹരമായ കാഴ്ച. പുന്നമട കായലിന്റെ കുഞ്ഞോളങ്ങൾ പുളകിതമാകുകയാണ്. അങ്ങനെ ചീറിപ്പാഞ്ഞു വരികയാണ് ആശാപുളിക്കളം. ജയ് ഷോട്ട് നെപ്പോളിയൻ 5 വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഇതാ ഒപ്പത്തിനൊപ്പം തുഴഞ്ഞെറിഞ്ഞ് കടന്നു വരുന്നു. പോലെ ഒപ്പത്തിനൊപ്പം ഒരു ചുണ്ടൻ വെള്ളത്തിന്റെ തുഴയേറിന് സമാനമാണ് ഏറെക്കുറെ വെപ്പ് എ ഗ്രേഡ്. ആ വെപ്പ് എ ഗ്രേഡിന്റെ ഫൈനൽ മത്സരം പുരോഗമിക്കുന്നു. 1, 2, 3, 4, 5 ട്രാക്കുകളിലായിട്ട് മത്സരം. നാലാമത്തെ ട്രാക്കിൽ അമ്പലക്കടവൻ ലീഡെടുക്കുന്നു. അമ്പലക്കടവന്റെ കുതിപ്പാണെന്ന് തോന്നുന്നു. ന്യൂ കാവാലം ബോൾ ക്ലബിന്റെ അമ്പലക്കടവനാണ് നിലവിൽ ലീഡ് ചെയ്യുന്നത്. ഒപ്പത്തിനൊപ്പം പിടിക്കുന്നുണ്ട് അവിടെ ഷോട്ട് പുളിക്കത്ര അല്ല നെപ്പോളിയനും അമ്പലക്കടവനുമാണോ അതോ അമ്പലക്കടവനും ഷോട്ട് പുളിക്കത്രയുമാണോ? എന്താണെങ്കിലും ഒരു വൈഡ് ഫ്രെയിം വരുമ്പോൾ വ്യക്തമാകുന്നറിയാം. അതാ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവർ മുന്നേറുകയാണ്. അമ്പലക്കടവനും നെപ്പോളിയനും അമ്പലക്കടവനുമാണ്. വാശിയേറിയ പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം, നെട്ടായെങ്കിരി മുറിച്ച് ഇതാ വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങൾ കടന്നു വരുമ്പോൾ അതിൽ അമരത്താരാണ്? നെപ്പോളിയനോ അമ്പലക്കടവനോ? ആരാണ് കീറി മുറിച്ച ഫിനിഷിംഗ് ലൈൻ കടന്നു പോവുക? അതാണ് അറിയേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതാ വെപ്പ് എ ഗ്രേഡിന്റെ അവസാന സമയം 5 മീറ്റർ. അതാ 64 അമ്പലക്കടവൻ ന്യൂ കാവാലം ബോട്ട് ക്ലബിന്റെ അമ്പലക്കടവൻ ആഘോഷിക്കുകയാണ്. ബ്രൗൺ ഒപ്പം പച്ച ജേഴ്സിയിൽ ഇതാ അമ്പലക്കടവൻ ന്യൂ കാവാലം ബോട്ട് ക്ലബിന്റെ അമ്പലക്കടവിലാണ് പൂരം. അതെ, അമ്പലക്കടവൻ ഔട്ട് പിന്നിൽ നെപ്പോളിയൻ ഇതാ കടന്നു വരുന്നു. ഷോട്ട് പുളിക്കേത്തറ കടന്നുപോയി. പിന്നീട് ഇതാ ജയ്ഷോട്ടും ആശാപുളിക്കേക്കളവും കടന്നു പോവുകയാണ്. അങ്ങനെ വെപ്പ് വള്ളങ്ങളുടെ എ ഗ്രേഡിന്റെ തീവാറുന്ന ഒരു ഫോട്ടോ ഫിനിഷിംഗിൽ ഫൈനൽ മത്സരമാണ് ദർശിക്കുവാൻ കഴിഞ്ഞത്. കാണികളെ ആവേശഭരിതമാക്കുന്ന ആർപ്പുവിളികളുടെ ആരവമുയർത്തിയ അതിമനോഹരമായ തുഴയെറിച്ചിലൂടെയാണ് വെപ്പ് എ ഗ്രേഡിന്റെ ഫൈനൽ മത്സരം കടന്നുപോയത്. ആശാപുളിക്കേക്കളവും ജയ്ഷോട്ടും നെപ്പോളിയനും അമ്പലക്കടവനും ജയ്ഷോട്ടും തമ്മിലുള്ള പോരാട്ടത്തിൽ അമ്പലക്കടവൻ അടിച്ചു കയറി. നെപ്പോളിയൻ
തൊട്ടില്ലെന്നുള്ള പറഞ്ഞു കയറി. പിന്നെ ഷോട്ട് പുളിക്കീത്തണം വന്നു, ജയ് ഷോട്ട് കടന്നുപോയി, ആശാ പുളിക്കീക്കണവും അങ്ങനെ കടന്നുപോയി. അങ്ങനെ മനോഹരമായ തീവാറുന്ന മത്സരമെന്ന് വിശേഷിക്കാവുന്ന ഒരു മത്സരമാണ് വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഇവിടെ നടന്നത്. കാണികളെ ആവേശഭരിതമാണ്. ഇനിയും നടക്കുവാനുള്ളത് ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ആണ്, സെക്കൻഡ് ലൂസേഴ്സ് ആണ്. അതിനുശേഷമാണ് നമ്മളെല്ലാം ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി മുത്തമിടുന്നത്. ഏത് ജലരാജാവാണെന്നറിയുവാൻ പോകുന്ന ഫൈനൽ മത്സരത്തിന് വിസിൽ മുഴങ്ങുമ്പോഴത്തേക്ക് ആരവം മുഴങ്ങുകയാണ്. ചുവടുകളോടെ വഞ്ചിപ്പാട്ടുകളോടെ ഈ കാണികൾ ആവേശഭരിതമായിരിക്കുന്ന നയന മനോഹരമായിട്ടുള്ള കാഴ്ച ഫൈനൽ ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ആരംഭിക്കുന്നു. ചുണ്ടൻ വെള്ളത്തിന്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. ചുണ്ടൻ വെള്ളത്തിന്റെ ആവേശത്തിലേക്ക് തേർഡ് ലൂസേഴ്സ് ഫൈനൽ. ഇനിയാണ് തേർഡ് ലൂസേഴ്സ് ഫൈനൽ. 4 വള്ളങ്ങളാണ് നിരക്കും തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ. നമ്മൾ വീണ്ടും ചുണ്ടൻ വള്ളങ്ങളുടെ ആരവത്തിലേക്ക്, ആവേശത്തിലേക്ക്, വീറിലേക്ക്, വാശിയിലേക്ക് വീണ്ടും പോവുകയാണ്. ചുണ്ടൻ വള്ളങ്ങൾ ഒപ്പത്തിനൊപ്പം പോരടിക്കുന്ന ഹീറ്റ് ആവേശകരമാണെങ്കിൽ തേർഡ് ലൂസേഴ്സും സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലും ഏറ്റവും ഒടുവിൽ കലാശപ്പോൽ ഫൈനലും എത്രമാത്രം ഗംഭീരമായിരിക്കും, എത്രമാത്രം ആവേശകരമായിരിക്കും. കൊടുമ്പിരി കൊള്ളും ഈ ലോകം. പുന്നമടക്കായലിലേക്ക് ചുരുങ്ങും ഈ സമയത്ത്. കാരണം ഈ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് അത്രമാത്രം ശ്രദ്ധേയമാണ്, അത്രമാത്രം കൗതുകമുണർത്തുന്നതാണ്, അത്രമാത്രം ആവേശകരമാണ്. തേർഡ് ലൂസേഴ്സ് ഫൈനലാണ് നടക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ അവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ അർഹത നേടിയ ടീമുകൾ കുതിക്കും. പിന്നീട് തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ എത്തുന്നത് ഹീറ്റ്സുകളിൽ 13ാം സ്ഥാനത്തെത്തിയ വള്ളം, 15ാം സ്ഥാനത്തെത്തിയ വള്ളം, 14, 16 അങ്ങനെ 13 മുതൽ 16 വരെ സ്ഥാനങ്ങളെത്തിയ വള്ളങ്ങളാണ് തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ മത്സരിക്കുന്നത്. നമുക്കറിയാം 21 വള്ളങ്ങളാണ് ആകെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ ഹീറ്റ്സിൽ പങ്കെടുത്തത്. അതിൽ 13 മുതൽ 16 വരെ 21 വള്ളങ്ങളിൽ അവസാന 5 സ്ഥാനക്കാർ മാത്രമാണ് ഈ ലൂസേഴ്സ് ഫൈനലിലേക്ക് എത്താത്ത പോകുന്നത്. ബാക്കിയുള്ളവർക്ക് ലൂസേഴ്സ് ഫൈനലുണ്ട്. അങ്ങനെ തേർഡ് ലൂസേഴ്സ് ഫൈനൽ എന്ന് പറഞ്ഞാൽ അതിൽ 13, 14, 15, 16 ഈ സ്ഥാനങ്ങളിലുള്ള വള്ളങ്ങൾ ഇടം പിടിക്കും ഓരോരോ ട്രാക്കുകളിലായി. അതിനുശേഷമായിരിക്കും സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിൽ 9, 10, 11, 12 സ്ഥാനക്കാർ. 9, 10, 11, 12 സ്ഥാനക്കാർ അവർ ഏറ്റുമുട്ടും സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിൽ. നമുക്കറിയാവുന്ന പോലെ 5, 6, 7, 8 സ്ഥാനക്കാർ. 5, 6, 7, 8 സ്ഥാനക്കാർ. ലൂസേഴ്സ് ഫൈനലിൽ നമുക്കറിയാമല്ലോ ഒറ്റ വിജയമേ ഉള്ളൂ. അങ്ങനെ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി പുരോഗമിക്കുമ്പോൾ തേർഡ് ലൂസേഴ്സ് ഫൈനൽ ആരംഭിക്കാൻ ഒരുങ്ങുന്നു. ആരൊക്കെയാകും ഒന്നാമതെത്തുക എന്നതിലേക്ക് ഉറ്റുനോക്കുകയാണ് ഓരോ മലയാളിയും. ജലമേളയിൽ ആവേശത്തോടെ തുഴയെറിഞ്ഞ് മുന്നേറുകയാണ് ഓരോ ചുണ്ടൻ വള്ളവും. പുന്നമടക്കായലിന് ആവേശം പകർന്ന് തുഴയെറിയുകയാണ് ജലരാജാക്കന്മാർ.